ഇസ്രായേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ഗാസയിലേക്കുള്ള സഹായ ബോട്ടുകൾ ഇസ്രായേൽ നാവികസേന തടഞ്ഞു. ബോട്ടിലുണ്ടായ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രിറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. ഗാസയിലെ നെറ്റ്സരീം ഇടനാഴി പിടിച്ചെടുത്തുവെന്നും ഇസ്രായേലിന്റെ പ്രഖ്യാപനമുണ്ട്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, ഗാസയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇസ്രായേൽ ഗാസയെ പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇന്നലെ പ്രതിരോധ മന്ത്രി ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. ഇപ്പോൾ ഈ തീരദേശവുമായി ബന്ധിപ്പിക്കുന്ന നെറ്റ്സരീം ഇടനാഴി പിടിച്ചെടുത്തിരിക്കുന്നു. അതിനു പുറമെ സഹായവുമായി മാനുഷിക സഹായങ്ങളുമായി പോയ സുമൂദ് ഫ്ലോട്ടിലയും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ സുമൂദ് ഫ്ലോട്ടിലയുമായി ബന്ധപ്പെട്ട് എത്ര ബോട്ടുകളാണ് ഉണ്ടായിരുന്നത്? മറ്റു വിവരങ്ങളെല്ലാം ലഭ്യമാണോ? അതുല്യ, ഇപ്പോൾ ഗസയിലെ ഒരു ബോട്ടാണ് ഇപ്പോൾ പിടിച്ചിരുന്നത്. അവശ്യ സാധനങ്ങളുമായി പോയ ഒരു ബോട്ടാണ് ഇപ്പോൾ സൈന്യം, അതായത് ഇസ്രായേലിൻ്റെ നാവികസേന പിടിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ ഈ ഒരു പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. അവരെ അടക്കം കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നിരവധി പേരാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത്. അവരുടെ ബോട്ടിൻ്റെ കമ്പനിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള യുദ്ധം പിടിമുറുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഉള്ളത്. മാത്രമല്ല, ഗസയിൽ നിർണായക ഒരു സൈനിക നീക്കം തന്നെയാണ് നടത്തിയെന്നാണ് നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്തെന്നാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഈ നടപടിയിലൂടെ ഗസയെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ സൈനിക നിയന്ത്രണം ശക്തമാക്കിയിരിക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ നെറ്റ്സൺ ഇടനാഴി പിടിച്ചെടുത്തതിലൂടെ ഗസയെയും പലസ്തീനെയും വിഭജിക്കുന്ന രീതിയിൽ, രണ്ടായി വിഭജിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിർണായകരമായ ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗസ സിറ്റിയെ പൂർണ്ണമായി വളഞ്ഞതായാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവകാശപ്പെട്ടിരിക്കുന്നത്. ഗസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ ഉടൻ സ്ഥലം വിടണമെന്നുമാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് യുദ്ധം പിരിമുറുക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള യുദ്ധം പിരിമുറുക്കുകയാണ്. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ ട്രംപും ഇടപെട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഖത്തറിനെതിരെ ഇനി നടപടി ഉണ്ടായാൽ, അതായത് ഏതെങ്കിലും രീതിയിൽ ആക്രമണം ഉണ്ടായാൽ നിങ്ങൾ താങ്ങില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു കാര്യമാണ് ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഈ ഒരു പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇടനാഴി കീഴടക്കുകയും ഗസയെ രണ്ടായി മുറിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു നടപടി തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ട്രംപിൻ്റെ മുന്നറിയിപ്പ് ഇപ്രകാരമാണ്: സമാധാന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ദുഃഖകരമായിരിക്കും പര്യവസാനം എന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഗസയിൽ സമാധാനത്തിന് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച പദ്ധതിയിൽ നിലപാട് അറിയിക്കാൻ ഹമാസിന് മുന്നിലുള്ളത് 3-4 ദിവസങ്ങൾ മാത്രവുമാണ്. ഈ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു സംഘർഷമാണ് ഈ ഗസയിൽ വലിയ രീതിയിലൊരു സാഹചര്യം, വലിയ രീതിയിലൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ഭക്ഷണം പോലും ലഭിക്കാതെ നിരവധി കുട്ടികൾ പിടഞ്ഞു വീഴുന്ന, അങ്ങനെ ഇസ്രായേലിൻ്റെ തുടർച്ചയായ ആക്രമണത്തിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടമാകുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികൂല സാഹചര്യം തന്നെയാണ് ഈ ഗസയിൽ നിലവിൽ ഉള്ളത്. ഏതായാലും ഇസ്രായേലിൻ്റെ കഴിഞ്ഞ ദിവസം UN-ൻ്റെ ഐക്യരാഷ്ട്രസഭയിലെ ആ ഒരു പ്രസംഗത്തിനിടെ ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നതിനിടെ മറ്റ് രാജ്യങ്ങൾ കൂകി വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇസ്രായേലിൻ്റെ നടപടി കൂടുതൽ ശക്തമായിരിക്കുകയാണ്, കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഗസ എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഇടനാഴി പിടിച്ചെടുത്തതിലൂടെ ഇനിയിപ്പോൾ ഗസയെ രണ്ടായി മുറിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ ബോട്ട് തടഞ്ഞു വെച്ചതിലൂടെ അതായത് ഹമാസ് ഗസയിലേക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അതുല്യ. ശരി ഫൈസൽ, എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യ സാധനങ്ങളുമായി പോയ ഈ സുമൂദ് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന കപ്പൽ ഇസ്രായേൽ ബ്ലോക്കേഡിന് ഏറ്റവും അടുത്തെത്തിയ കപ്പലുകളിൽ ഒന്നാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 13ഓളം കപ്പലുകളാണ് ഇത്തരത്തിൽ ഇസ്രായേൽ പിടിച്ചു വച്ചിരിക്കുന്നത്. 30ഓളം കപ്പലുകൾ അടങ്ങിയ ഒരു ഫ്ലീറ്റ് അല്ലെങ്കിൽ ഒരു സംഘം യാനങ്ങളാണ് അവിടേക്ക് പോയത്. അതിൽ 13 കപ്പലുകളാണ് ഇസ്രായേൽ നാവികസേന ഇപ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നത്. മറ്റ് കപ്പലുകൾ ഏതാണ്ട് 46 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 85 കിലോമീറ്റർ തീരത്ത് നിന്ന് അകലെ വരെ അവർക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ
ഫ്ലോട്ടില്ലയാണ്. ഇസ്രായേൽ ബ്ലോക്കേഡിന് ഏറ്റവും അടുത്ത് എത്താൻ കഴിഞ്ഞിട്ടുള്ള ആദ്യ ഫ്ലോട്ടില്ല കൂടിയാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഗാസയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ഒന്നായിരുന്നു ഈ സുമൂദ് എന്ന് പറയുന്ന കപ്പൽ സംഘം അവിടേക്ക് എത്തിച്ചേരുമോ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ തീരദേശത്തിന് ഏറ്റവും അടുത്ത് എത്തിയ ഒരു ഘട്ടത്തിലാണ് അതിനെ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരുപാട് 200-ലധികം ആളുകൾ ഈ കപ്പലുകളിലെല്ലാമായി ഉണ്ട്. അവർക്കെതിരെ പിടിച്ചെടുത്തതിനെതിരെ ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ ലോകരാജ്യങ്ങളിൽ പ്രതിഷേധവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നെറ്റ്സാരിയും ഇടനാഴി കൂടി പിടിച്ചെടുത്തത് കൂടുതൽ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.